കുട്ടിപ്പട്ടാളത്തിൻ്റെ വണ്ടിയിലിട്ട് വാടാമ്പൂൾ ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ പോക്ക്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വെറും 3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തലയ്ക്ക് നല്ല ഒരു മന്നിപ്പ് ഫീൽ ഉണ്ടായിരുന്നു. മന്നിപ്പ് മന്നതാന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തി. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്ത് രാഹുൽ മിന്നിന് കൂട്ടിയെത്തിയിട്ടുണ്ട്. മിന്നു നമ്മുടെ മോളുടെ പന്തൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇന്നത്തെ പറയുമ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉള്ള ഫേസ് പെയിൻറ്റിങ്, കയ്യിൽ സ്റ്റിക്കർ അടിക്കുക, അതുപോലുള്ള പരിപാടികൾ ഈ സ്ട്രീറ്റിലുണ്ട്. ഇതിനൊക്കെ കൗൺസിൽ അടങ്ങി അതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് നമുക്കിത് ഫ്രീ ഓഫ് ചാർജാണ്. ഉറക്കം ശരിയാവാത്ത എൻ്റെ തലയ്ക്ക് നല്ല മന്നതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരിയായ ഭാര്യ പറഞ്ഞത്, ഇതൊന്നും എന്നുമില്ലല്ലോ, ഇതൊക്കെ വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ സഹിക്കണം എന്നാണ്. കുട്ടികളുടെ മുഖത്ത് ഈ ഫേസ് പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഐറ്റങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, കുട്ടികളുടെ മുഖത്തെ സന്തോഷവും കളിച്ചിരി കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും 4:30 പോകേണ്ട ഷോപ്പിങ്ങിന് ഉച്ചയ്ക്ക് 12:30 എന്തിനാണ് എന്നെ വിളിച്ചു നോക്കിയെന്നുള്ള കാര്യം മാത്രം എനിക്കിപ്പോൾ മനസ്സിലായില്ല. ഈ സ്പ്രിംഗ് മുടിയുള്ള സായിപ്പം പയ്യൻ ചെവിത്തോണ്ടി വെച്ച് ഈ മുഖത്ത് വരയ്ക്കണതാണോ ഫേസ് പെയിൻറ്റിങ് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വെച്ചാൽ ഈ 2 വര വരയ്ക്കാനാണോ കൗൺസിൽ ഇവർക്ക് ഇത്രയും പൈസ കൊടുക്കണം ഞാൻ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് അത് ആ ഷോപ്പിലെ ഒരു ജീവനക്കാരനാണ്. ആ ഷോപ്പുകാർ അത് ഫ്രീ ആയിട്ട് ചുമ്മാ ചെയ്യണതാണ്, അവർ കൗൺസിലിൻ്റെ പൈസ കിട്ടണത്. ശരിക്കും ഫേസിൽ പെയിൻറ്റ് ചെയ്യണ ആർട്ടിസ്റ്റുകൾ ഈ സ്ട്രീറ്റിൽ വേറെ ഉണ്ട്. എന്തായാലും നമ്മൾ അവരുടെ അടുത്തേക്ക് ഈ വീഡിയോയുടെ അവസാനം എന്തായാലും നമ്മൾ ചെല്ലും. റോഡിൻ്റെ 2 സൈഡിലും ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. ഈ സ്റ്റാളുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സോസുകൾ, ഹോം മെയ്ഡ് വിസ്കി അല്ലെങ്കിൽ ഹോം മെയ്ഡ് വൈൻ, അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ബ്രാൻഡുകളുടെ പ്രൊമോഷൻ സ്റ്റാളുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇതൊരു വിസ്കി ഷോപ്പാണ്. വിസ്കി വൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിക്കി റാസ്കൽ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. ഇതേ അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഇതേ സൈഡിൽ ഒരു പുള്ളിക്കാരി കൈമ കിഡ്സിന് ടാറ്റു അടിച്ചു കൊടുക്കും. സംഭവം വേറൊന്നുമല്ല, നമ്മൾ പണ്ട് ബൂമറൊക്കെ വാങ്ങിച്ചു നമുക്ക് കിട്ടിയിരുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, അതുപോലത്തെ സ്റ്റിക്കറുകൾ. അതായത് പിള്ളേർക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ചൂസ് ചെയ്യാം. അത് അവർ കയ്യിൽ ഒട്ടിച്ച് തരും. അങ്ങനെ മിഫ്സലിൻ്റെ കൈമയും ടാറ്റു ഒട്ടിച്ച് കഴിഞ്ഞു. മിഫ്സൽ അടിച്ചാണത് കൈമ മസിൽമയാണ്. അങ്ങനെ മസിൽ അവൻ എല്ലാവർക്കും പൊക്കി കാണിക്കുന്നത്. ഡ്രാഗൺ അടിച്ചാണ്, റെഡ് ഡ്രാഗൺ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അത് കുട്ടും കയറിയിരുന്നു. കുട്ടു എന്താ അവിടെ ചൂസ് ചെയ്യുന്നത്, ഒരു തിമ്മീങ്കലത്തിന് അവൻ ചൂസ് ചെയ്തതാണ്. തിമ്മീങ്കലാണ് അവൻ കയ്യിലടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്കാരുടെ പെർമിഷൻ ചോദിച്ചോട്ടാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്, നമ്മളൊരാളുടെ വീഡിയോ പകർത്തുമ്പോൾ നമ്മളവർക്ക് പെർമിഷൻ വാങ്ങിക്കണം. അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പോൾ ചിലവർ പറയും ഞങ്ങളെ വീഡിയോയിൽ വരുത്തരുന്നൊക്കെ പറയും. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത ഒരു വീഡിയോ പിടിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ വീഡിയോ പിടിച്ച ആ സ്പ്രിംഗ് മുടിയുള്ള പുള്ളിക്കാരൻ്റെ വീഡിയോ പിടിച്ചപ്പോൾ നമ്മൾ അവൻ്റെ മുഖം കാണിച്ചില്ല. കാരണം ഞാനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഫേസ് അവൻ്റെ കാണിക്കാറുണ്ട്. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും മറ്റുള്ളവരുടെ പ്രൈവസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയൊരു കാര്യമാണ്. അത് അവരുടെ നമ്മളോടുള്ള സമീപനത്തിലുണ്ടാവുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. ഞങ്ങൾ UK നിന്ന് ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കേട്ടൊരു കാര്യമുണ്ട്, ഓസ്ട്രേലിയക്കാർ പൊതുവെ ഭയങ്കര റൂഡാണ് എന്ന്. പക്ഷേ ഞങ്ങൾ വന്ന ഈ കൊച്ചു ടൗണായ വാണാമ്പൂർ എന്ന് പറയുന്ന ടൗണിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾ നിൽക്കണം വാണാമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മളിങ്ങനെ ഒരു പറയുമല്ലോ, ദ 3 words that change everything: പ്ലീസ്, സോറി, താങ്ക്സ് എന്നുള്ള ഈ 3 വാക്കുകൾ വലിയൊരു കാര്യമാണ്. നമ്മളത് എവിടെയും ഉപയോഗിക്കാം. നമ്മളിവിടെ ഈ പെർമിഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയണതാണ്. ഞങ്ങൾ UK പല വീടുകളിലും താമസിക്കുന്നത് പലയിടങ്ങളിലായിട്ട്. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിലും ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ അയൽപ്പക്കമായിട്ട് ഞങ്ങൾ പോയിട്ട് അവരായിട്ട് സംസാരിക്കും. ഞങ്ങൾ ആദ്യം ഒന്ന് അവരുടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ 2 കുട്ടികളായിട്ട് വന്നിരുന്നത് ഞങ്ങൾ പൊതുവെ തിരുവർക്കൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾക്കൊന്ന് പറയണം എന്ന് ഞങ്ങളൊരു എക്സ്ക്യൂസ് ഫസ്റ്റ് പറയും. അപ്പോൾ അതോടുകൂടി ഒന്നിനും അവർ നമുക്ക് റിപ്ലൈ തരും. ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ സൗണ്ടിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളൊരു അവർ നമ്മളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്ന് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യണ ചേച്ചിയോടും നമ്മൾ ഈ ആർട്ടിസ്റ്റിനോടും നമ്മൾ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ തുടക്കം തന്നെ ആൾ പറഞ്ഞു പറ്റില്ല, എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് തുടക്ം പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടുണ്ടോ പ്രോബ്ലം പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ഒരു 3 മിനിറ്റ് കൊണ്ട് ഓരോരുത്തരുടെ മുഖത്ത് പെയിൻറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തു. പുള്ളിക്കാരി പെയിൻറ്റ് ചെയ്യണം കാണുമ്പോൾ അറിയാൻ പുള്ളിക്കാരെന്തുമാത്രം എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ ചോദിക്കാനുണ്ട് ഏത് കളറൊക്കെ വേണം എന്ന് കുട്ടികളുടെ അടുത്ത് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു അടിപൊളി സെക്ഷനായിരുന്നു ഈ പെയിൻറ്റിങ്.
അങ്ങനെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും അവർ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം കുസൃതി നടത്തി ഞങ്ങളങ്ങനെ പതുക്കെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് വണ്ടി തിരിച്ചു. ഹായ്, താങ്ക് യു.